ഞാൻ ചോദിക്കുന്നത് സീസൺ 1 കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ സീസണിലെ എല്ലാ ആളുകളും എല്ലാ രീതിയിലും ആളുകള് എന്താ പറയാ അവരുടെ വീടുകളിലെ സദസ്സുകളിലായാലും ശരി കോണ്ടന്റിലായാലും ശരി ചർച്ചയിലുണ്ട്. ഇപ്പൊ റിയ സലീം അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്നും ചർച്ചയിലുണ്ട്. ഞാൻ പറഞ്ഞ ചർച്ചയില്ലേ, നിലവാരമില്ല, നിലപാടില്ല, നാടില്ല, മല, ഇതൊന്നും ചർച്ചയിലില്ലേ? ഇഷ്ടംപോലെ റീൽസ്. ഞങ്ങളൊന്നും കോണ്ടന്റ് ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ കാണുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നിങ്ങളില്ലേ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് പേളിമാണി മാത്രമാണ് കോണ്ടന്റ് മേക്കർ എന്ന് പറഞ്ഞത് ആളുകളെ പേളിമണി മാത്രല്ല ഒരു ഷോ സമൂഹത്തിൽ കൊടുക്കുന്ന ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടല്ലോ. കംപ്ലീറ്റ് ഞങ്ങൾ സമ്മതിക്കുന്നില്ല. കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് ചെയ്യൂ. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ പേളിമാണി മാത്രമാണ് കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. ഓക്കെ, അവരുടെ ഫേവറേറ്റ് പേഴ്സൺ ആണ്. ബട്ട് അതല്ലാതെ ഞങ്ങളെ സീസണിൽ ഇത്രയും ആളുകൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, സ്റ്റിൽ ആക്റ്റീവ് ആണ്. 5-6 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് നിങ്ങൾ ഈ കമന്റ് പറയുന്നത് ഞാൻ വേണം ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഫസ്റ്റ് സീസണിലുള്ള ഒരു കണ്ടസ്റ്റന്റ് ഇപ്പോഴും ഉണ്ട്, ഞങ്ങളെ സീസണിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇല്ല എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് സ്റ്റിൽ എവ്രി വൺ ഈസ് ആക്റ്റീവ്. ലാസ്റ്റ് വീക്ക് പോലും ഞങ്ങൾ എന്താ ബിബിയിലുള്ള റീയൂണിയൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ വീഡിയോസും ലൈവും കോണ്ടന്റും ഡാൻസും എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ യൂസ് ചെയ്തത്. അപ്പൊ ജനറലി നിങ്ങൾ ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്നത് ദിസ് ഇസ് നോട്ട് ഗുഡ്. അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. ഞാൻ ഇതിന്റെ ഒരു പോയിന്റ് പറഞ്ഞത്. കമ്പാരിസൺ എവിടെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ഓക്കെ, ഇനി പറഞ്ഞോ. അതായത് ആദ്യത്തെ സീസൺ ഇറങ്ങുന്നു. ആ സീസണിലൂടെ ആളുകൾക്ക് കിട്ടിയ ഒരു സെറ്റ് ഓഫ് കഥാപാത്രങ്ങളുണ്ട്. അവരിന്നും വാലിഡ് ആണ്. പേളിമണിയുണ്ട്, ഷിയാസ് കരീമുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. രണ്ടാമത്തെ സീസണിലേക്ക് എത്തുമ്പോൾ അത് സീസൺ ഡിസ്കണ്ടിന്യൂ ആയിപ്പോയെങ്കിലും പോലും രജിത് കുമാറിനെ പോലെ ഒരാൾ സമൂഹത്തിൽ ഉണ്ടാക്കിയ ചർച്ചകളുണ്ട്. മനസ്സിലായോ? സമൂഹത്തിൽ ആ സീസണിൽ അന്നുണ്ടാക്കിയ ചർച്ചകളുണ്ട്. സമാനമായി റിയ സലീം ഉണ്ടാക്കിയ ചർച്ചകളുണ്ട്. ഡോക്ടർ റോബിൻ ഉണ്ടാക്കിയ ചർച്ചകളുണ്ട്. ഡോക്ടർ റോബിൻ അദ്ദേഹത്തിന്റെ ഭയങ്കര ഫ്യൂഡൽ ആയിട്ടുള്ള ഭയങ്കര ആൽഫമേൽ സീസണിനകത്ത് അയാൾ പറഞ്ഞ കാര്യങ്ങൾ അയാൾ പറഞ്ഞ തെറ്റായ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്ത് കാര്യം? അയാളുടെ ആൽഫമേൽ സ്വഭാവം, അയാൾ ഉണ്ടാക്കുന്ന പുരുഷാധിപത്യം, അല്ലെങ്കിൽ അയാളുടെ പിന്നെ വേറൊരു സ്റ്റേജ് കേട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. തെറ്റായിട്ട് പോയെങ്കിലും ഒരാൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. തെറ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടെങ്കിലും ഒരാൾ ചർച്ച ചെയ്യാവുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ സീസണിൽ ആരില്ലെന്നാണ് ഇപ്പോഴും ജിന്ന ചേട്ടൻ പെണ്ണുപിടിയനാണ്, അതാണ് ഇതാണ് പറയുന്നുണ്ടല്ലോ. ആരോപണം ഉണ്ടാവുന്നതിനല്ല ഒരു ഷോയിൽ ഒരു കണ്ടന്റ് ട്രാവൽ ചെയ്യുന്ന സമയമുണ്ട്. അത് ഫസ്റ്റ് സീസണിലും സെക്കൻഡ് സീസണിലും തേർഡ് സീസണിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. നിങ്ങളുടെ സീസണിൽ ആകെ ട്രാവൽ ചെയ്ത കണ്ടന്റ് എന്ന് പറയുന്നത് ഗാബ്രി ജാസ്മിന്റെ പ്രണയവും വാഴത്തോട്ട് ആരോപണവും മാത്രം ഫോക്കസ് ചെയ്തതിന് എനിക്കൊന്നും പറയാനില്ല. ബാക്കി അതൊന്നെങ്കിൽ നിങ്ങൾ കാണണം, കണ്ടിട്ടില്ലെങ്കിൽ ദാറ്റ് ഇസ് നോട്ട്. അതല്ലാതെ 6ാമത്തെ സീസണിൽ ട്രാവൽ ചെയ്ത ഒരു പ്രൈം കണ്ടന്റ് അല്ലെങ്കിൽ ആളുകളുടെ ചർച്ചയിൽ നിന്ന് ആളുകൾക്ക് ചിന്തിക്കാൻ ഒരു മൊമെന്റ് ഉണ്ടാക്കി കൊടുത്ത അങ്ങനെ ഒരു കണ്ടന്റ് പെട്ടെന്നൊന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളെ സീസണില് ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഭയങ്കര ഫാൻ ബേസ് ആയിട്ടുള്ള ഒരാളൊന്നല്ല. ഇപ്പൊ ഗബ്രി ജാസ്മിന്റെ ഫ്രണ്ട്ഷിപ്പിൽ ഞാൻ ഇൻവോൾവ് ആകുന്ന ഒരാളൊന്നല്ല. ബട്ട് സ്റ്റിൽ അവിടെ അവർ ഫ്രണ്ട് ആയിട്ടുള്ള അതേ ആൾക്കാർ പുറത്തുനിന്ന് ഫ്രണ്ട് ആണല്ലോ. അതൊരു ഭയങ്കരമായിട്ടും ഫ്രണ്ട്ഷിപ്പിന് അത്രയും ബോണ്ടും അത്ര റിയലിസ്റ്റിക് ആണെന്ന് കാണിക്കുന്ന ഒരു സംഭവം അല്ലേ? ആണ്. ദാറ്റ്സ് ഇറ്റ്. ഒരു കാര്യം ചോദിച്ചു ഞാൻ പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നില്ല. അതായത് ഓരോ സീസണിലും ആളുകളെ, ഇപ്പൊ ഉദാഹരണത്തിന് റിയ സലീം ടെലിഫോണിക് കോൺവെർസേഷനിലൂടെ പറഞ്ഞൊരു കാര്യമുണ്ട് ട്രാൻസ്ജെൻഡർ ക്യൂർ കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ട്. അല്ല, നോക്ക് അങ്ങനെ കൺവിൻസ്ഡ് ആവുന്നല്ല. എനിക്കിപ്പോഴും ഇപ്പൊ 7ാം സീസണ് നിങ്ങളുടെ സീസൺ കണ്ടിട്ടില്ല. മെഹറിൻ കണ്ടിട്ടുണ്ട്. എന്റർടൈൻ ആയിട്ടില്ല, ഓർക്കുന്നില്ല. എന്റർടൈൻ ആവുന്നതല്ല. എന്റർടൈൻ ആണെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് കാര്യം വെച്ചിട്ട് ഇപ്പൊ നിങ്ങളുടെ ആദ്യത്തെ ഒരു വീക്കിൽ തന്നെ ഔട്ടായി പോയ രതീഷ് എന്റർടൈനിങ് ആയിരുന്നു. അയാള് നമ്മൾ കണ്ടിട്ട് അയാളെ രസിച്ചിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്, വെറുത്തിട്ടുണ്ട്. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്. ഈ കണ്ട സീസണുകളിലൊക്കെയും തന്നെ കാലത്തെ അതിജീവിക്കുന്ന ട്രാവൽ ചെയ്യുന്ന ഒരു കോണ്ടന്റ് ഉണ്ടല്ലോ. ബിഗ് ബോസിൽ ഇന്നൊരു കാര്യം നടന്നല്ലേ, ആ വിധത്തിൽ എനിക്ക് 6ാമത്തെ സീസണിൽ എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നാത്ത നിങ്ങളെ മിസ്റ്റേക്ക് ഞാൻ വേണം എണ്ണി ഒരു 2-3 കാര്യം പറയാം. സിജോ ചേട്ടന്റെ ഫൈറ്റ് കിട്ടിയിട്ട് ഓക്കെ ഇടി ഉണ്ടായിട്ട് അയാൾ സർവൈവ് ചെയ്ത് വന്നത് അങ്ങനെ ഓർത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പിന്നുള്ള ഒരു കാര്യം അതുപോലെ ഞാൻ പറഞ്ഞത് ഇപ്പം എന്റർടൈനിങ് കേസ് പറയുകയാണെങ്കിൽ ഈ ആൾമാറാട്ട കേസ് ചെയ്തത് ഇറ്റ് വാസ് എ എന്റർടൈനിങ് കേസ്. ഇനിയിപ്പോ ഫ്രണ്ട്ഷിപ്പ് ബേസ് നോക്കുകയാണെങ്കിൽ ജാസ്മിൻ ഗബ്രീന്റെ ഫ്രണ്ട്ഷിപ്പ് അവര് ആഫ്റ്റർ ബിഗ് ബോസും കീപ്പ് ചെയ്തത് ഒരു ഓർത്ത് നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അവര് ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുന്നത് എങ്ങനെയാണ് സമൂഹത്തിന് ഒരു ഓർത്തിരിക്കാവുന്ന കാര്യമാകുന്നു. ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നത് ഒരു ഇതല്ലേ. അതിപ്പോ നിങ്ങൾ രണ്ടുപേരും കൂട്ടുകാരാണ്. ബിഗ് ബോസിൽ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ കൂട്ടുകാരാണ്. അതിന് ഞങ്ങൾക്ക് എന്ത് വേണം?
അവരാദ്യം കൂട്ടുകാരല്ലല്ലോ, അവിടെ വെച്ചിട്ടാണല്ലോ ഒരു ഫ്രണ്ട്സ്. അത് കഴിഞ്ഞിട്ട് ഒരു കൂട്ടുകാരായതിൽ എന്താണ് ഇത്ര സമൂഹത്തിനൊക്കെ ചർച്ച ചെയ്യാൻ മാത്രം അതെന്താണ് അതിനകത്തുള്ളത്? സി അവിടെ അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ചോദ്യം ചെയ്തിട്ട് ഇപ്പം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ? ആ അക്സെപ്റ്റൻസ് അതൊരു എന്താ പറയാ, ആളുകൾക്ക് എന്താ പറയാ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യല്ലേ? രണ്ടാൾക്കാർ അവിടെ ഫ്രണ്ട്ഷിപ്പ് രണ്ടാൾക്കാർ അവിടെ ഫ്രണ്ട്സ് അല്ലായിരുന്നു, അല്ലെങ്കിൽ അവര് മറ്റെന്തോ ആയിരുന്നു. അതിന് ശേഷവും അവര് മറ്റെന്തോ ആണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്തോ ആണ്. അത് ജാസ്മിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഗബ്രീലിനോ നെഗറ്റീവ് ബാധിച്ചതിനെ പറ്റിയിട്ട് ഒന്നും തോന്നിയിട്ടില്ല. ഇല്ല, അവര് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു അത് പ്രൂവ് ചെയ്തില്ല. ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് പലരും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, അവരത് പ്രൂവ് ചെയ്തില്ലേ? അപ്പൊ ഇപ്പോഴും നോറ പേഴ്സണലി വിചാരിക്കുന്നു നോറയുടെ സീസൺ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയ സീസൺ. അതെ അതെ, എന്റെ സീസൺ തന്നെ ബെസ്റ്റ്. നോറ, അപ്പൊ ഈ സീസണിലാണെങ്കിൽ ബിഗ് ബോസ് ആണെങ്കിൽ സെലക്ട് ചെയ്ത കണ്ടസ്റ്റൻസിനെ പറ്റി എന്താണ് ഫീൽ ചെയ്യുന്നത്? ലൈക്ക് ഒരു കഴിഞ്ഞ സീസണിലൊക്കെ ആണെങ്കിലും കൂടുതൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഈ സീസണിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ഭയങ്കര ഫെമിലിയർ ഫേസസ് കുറവാണ്. ഇപ്പം രേണു സുധീനെ നമുക്കറിയാം, അനുമോളിനെ അറിയാം, അപ്പാനി ശരത്തിനെ അറിയാം, ശാരിക ചേച്ചി, അങ്ങനെ നമുക്ക് ഫെമിലിയർ ഫേസസ് കുറവാണ്. ഇപ്പൊ നോറിന്റെ ഒക്കെ സീസണിലാണെങ്കിൽ നോക്കുവാണെങ്കിൽ നമുക്ക് അപ്സര ചേച്ചി, പിന്നെ ശ്രീതു, അങ്ങനെ നമുക്ക് അൻസിബ, അങ്ങനെ നമുക്ക് ഫെമിലിയർ ഫേസസ് ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പൊ നിങ്ങളുടെ സീസണിലാണെങ്കിൽ. പക്ഷെ ഈ സീസണിലാണെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഈ ഒരു സീസൺ ആണെങ്കിൽ അത്രയും എന്റർടൈനിങ് ആവാത്തത്. പരിചയമില്ലാത്തതും എനിക്ക് അങ്ങനെ ഒരു ഫാക്ടർ ആയിട്ട് തോന്നുന്നില്ല. അവിടുത്തെ കണ്ടസ്റ്റന്റ് എന്ത് കൊടുക്കുന്നുണ്ടോ ദാറ്റ് മാറ്റേഴ്സ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഈ ഒരു റിയാലിറ്റി ഷോ ഇപ്പം ഹോസ്റ്റ് ചെയ്യുന്ന ലാലേട്ടനാണ്. അപ്പം മിക്ക ആളുകളും ചിന്തിക്കൽ എന്തായിരിക്കും, ലാലേട്ടന്റെ ഒരു ഷോയിൽ ഇവരാണോ വന്നത് എന്നായിരിക്കും ചിന്തിക്കുക. ഇതായിരിക്കും നിങ്ങളെ മൈൻഡിൽ ഇപ്പം ഉണ്ടായിട്ടുണ്ടാവും. ബട്ട് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആണ്. 99% സ്ട്രേഞ്ചേഴ്സ് ആണ്. അപ്പം അവിടെ വന്ന് ആര് കളിക്കുന്നുണ്ടോ ദാറ്റ് മാറ്റേഴ്സ്. നമുക്കേ ഉള്ളു എന്ത്, ഇവരെ നമ്മൾ കണ്ടില്ലല്ലോ. ബട്ട് ആ ഒരു ഹോസ്റ്റിനെ, ആ ഒരു ഷോനെ സംബന്ധിച്ചത് എന്താണ്, ദി ആർ ഗിവിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി. അത് മാക്സിമം യൂസ് ചെയ്യുക. അത് പറ്റിയിട്ടില്ലെങ്കിൽ ആ കണ്ടസ്റ്റൻസ് പോരാന്ന് പറയാം, അല്ലാതെ വേറെ ഒന്നുമില്ല. നിലവിൽ അപ്പാന്റെ ശരത്തിൽ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് എന്താ അറിയില്ല, ആള് രേണുസുതിയിൽ മാത്രം ഫോക്കസ്ഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. രേണുസുതിനെ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നത് പോലെ അത് മാത്രമേ ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈതർ പറയും അവരുടെ എന്താ പറയാ ഹസ്ബൻഡിന്റെ പരിചയമുള്ള കാര്യം എന്തെങ്കിലും പറയും, അതല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാന്ന് പറയും, അല്ലെങ്കിൽ അവരെ അടി ഉണ്ടാക്കുന്ന കാണും. ലൈക്ക് അതല്ലാതെ വേറൊരു ഗെയിം ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോന്ന് എനിക്കറിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞത് വഴുതി മാറിയിട്ടായിരുന്നു. ഈ മുൻഷി രഞ്ജിത്ത്, അതുപോലെ ശൈത്യ, ബിന്നി, ബിൻസി, ഇവരുടെയൊക്കെ പെർഫോമൻസ്, അല്ലെങ്കിൽ ഇവരെന്താ ഒന്നും ചെയ്യാത്തത് അങ്ങനെ തോന്നുന്നുണ്ടോ എപ്പിസോഡ് കാണുമ്പോ? മേ ബി രണ്ട് പോസിബിലിറ്റീസ് ഉണ്ടാവും. ഒന്നെങ്കിൽ അവരുടെ സ്ക്രീൻ സ്പേസ് നമുക്ക് കാണുന്നില്ല, ഷെയർ ആവുന്നില്ല. കാരണം ഏത് പാർട്ട് കാണിക്കണം എന്നുള്ളത് ബിഗ് ബോസ് ടീം തീരുമാനിക്കുന്നതാണ്. ഒന്നെങ്കിൽ അവർ കൊടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ കാണിക്കുന്നുണ്ടാവില്ല. ഇത് രണ്ടും ആവാം. ഇത് ഏതാന്നുള്ളത് പ്രഡിക്ട് ചെയ്യാൻ കഴിയില്ല, ബിക്കോസ് ഐ എം നോട്ട് റൈറ്റ്. ഈ കിച്ചൺ ടാസ്ക് തെരഞ്ഞെടുക്കുന്ന ആളുകളെ സേഫ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണോ അത് തെരഞ്ഞെടുക്കണമെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഫസ്റ്റ് സീസണിലൊക്കെ നമ്മുടെ പേളിമണിയും സാബുമോനൊക്കെ കിച്ചൺ ടാസ്ക് ചെയ്യുന്ന സമയത്ത് നല്ല കണ്ടന്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ കിച്ചൺ ടാസ്കിൽ കണ്ടന്റുകൾ വന്നിട്ടുള്ളത് വളരെ വളരെ കുറവാണ്. ഇപ്പൊ കിച്ചണിനകത്തുള്ളത് ഒനിയിലും അതുപോലെ തന്നെ കലാഭവൻ സാരികയാണ്, രണ്ടുപേരാണ് പ്രധാനമായിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ കിച്ചണിൽ നിൽക്കുക എന്നുള്ളതിന്റെ അപ്പുറത്ത് വേറൊന്നും ചെയ്യുന്നതായിട്ടും നമുക്ക് തോന്നുന്നില്ല. ഒനിയിലാണ് എന്തെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത്, അതും കിച്ചണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും. ഈ കിച്ചൺ ടാസ്ക് എടുക്കുന്നത് കുറച്ച് സേഫ് ആവാൻ വേണ്ടിയിട്ടാണോ? ആക്ച്വലി കിച്ചണിലാണ് മോസ്റ്റ്ലി ഫൈറ്റ്സ് ഉണ്ടാവില്ല, സാധാരണ ഉണ്ടാവില്ല. അതാണ് ഈ സീസണിൽ അവരെന്താന്നിരിക്കും, അവരെന്താ കളിക്കാത്തതൊന്നും അറിയില്ല. ഇനി ആരെങ്കിലും ചെന്ന് ഇനിയിപ്പോ വൈൽഡ് കാർഡ് ഒക്കെ വന്നിട്ട് അവിടുന്ന് കളിച്ചാൽ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്നൊന്ന്. ബട്ട് യൂഷ്വലി സീസൺസ് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഫൈറ്റ് സ്റ്റാർട്ട് ഫ്രം ദർ ഓൺലി. കിച്ചൺ എന്നാണ് വരല്. എത്ര അടികൾക്ക് കണക്കില്ല.